വളരെ മനോഹരമായ മറ്റൊരു ഗെയിമായിട്ട് വന്നിരിക്കുകയാണ്. ഓണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന മറ്റൊരു വലിയ ഗെയിമാണ് പഴംതീറ്റി മത്സരം. സാബുവിന് പഴംതീറ്റി മത്സരത്തെ പറ്റി ഒരുപാട് പറയാനുണ്ടെന്ന് തോന്നുന്നു. ഒരു അനുഭവം പറയണം പഴംതീറ്റി മത്സരത്തിനെ പറ്റി. ചില പഴങ്ങള് എപ്പോ കഴിച്ചു തീരാൻ പറ്റും. ചില പഴങ്ങൾ തിന്നുമ്പോ ഇത്തിരി കട്ടിയായി. പക്ഷെ ഇത് വളരെ എളുപ്പം കഴിച്ചു തീരാൻ എല്ലാ പഴങ്ങൾക്കും പറ്റട്ടെ. അപ്പോ പഴംതീറ്റി മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി 3 ടീമിൽ നിന്നും 3 പഴങ്ങൾ 3 വ്യക്തികൾ വന്നിരിക്കുകയാണ്. അലിയൻസിൽ നിന്ന് അഭിലാഷാണ്, അതുപോലെ തന്നെ ടോം ആൻഡ് ജെസ്സി ആൻഡ് ക്ലീഷയിൽ നിന്ന് വന്നിരിക്കുന്ന അരുണാണ്, ഓമൈഗോഡിൽ നിന്ന് വന്നിരിക്കുന്നു കാവേരി. അപ്പൊ നല്ലൊരു കൈ കൊടുക്കാം. 2 മിനിറ്റാണ് നമ്മൾ സമയം തരുന്നത്. 2 മിനിറ്റ് മുമ്പിൽ മാക്സിമം നമ്പർ ഓഫ് പഴം തിന്ന് തീർക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്. ഇതിൽ വിജയിച്ചാൽ നേരത്തെ പോലെ തന്നെ ഒരുപാട് സമ്മാനങ്ങളുടെ ഒരു കീഴ്വഴക്കം നിങ്ങളെ വീണ്ടും തേടിയെത്തുന്നതാണ്. അപ്പൊ റെഡിയാണല്ലോ? നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി കൊല എടുത്ത് വെച്ചോ. അഭിലാഷ് കൊല എടുത്ത് വെച്ചോ. റെഡിയാണല്ലോ? കൊലയ്ക്ക് യാതൊരു പ്രശ്നമില്ലല്ലോ. പഴത്തിന് ഒരു പ്രശ്നമില്ലല്ലോ. റെഡി? അതായത് 2 പുരുഷന്മാരുടെ കയ്യിൽ ഒരു പെൺകുട്ടി മത്സരിക്കുകയാണ്. അപ്പൊ ആരാണ് ജയിക്കുമെന്ന് നമുക്ക് നോക്കാം. റെഡി? യുവർ ടൈം സ്റ്റാർട്ട് നൗ. സേഫ് ആയിട്ട് കൊണ്ടുവരണം. അഭിലാഷ് 3 പഴം. ഒന്നും വേണ്ട. നീ കാണിക്കണൊക്കെ എന്താ കൂടെ അവസാനിപ്പിച്ചോ. കളിച്ചുകൊണ്ട് കാവേരി ലാഘവത്തോടു കൂടി അഭിലാഷ് ഓരോ വാഴപ്പഴവും അകത്തേക്ക് ഒടുക്കുകയാണ്. ജീരകമുട്ടായി തിന്ന ലാഘവത്തോടു കൂടി കാവേരി ഓരോ ഒലക്ക അഭിലാഷ് കുത്തി അകത്തോട്ടിറക്കാൻ വേണ്ടി ഒരു ഒലക്ക. കമ്മിറ്റിക്കാർ സ്ഥലത്തേക്ക് ഒരു കൊലയും കൂടെ അറേഞ്ച് ചെയ്ത് വെക്കണം. കാരണം അഭിലാഷിന് മുമ്പാണ് കൊല ഇരിക്കുന്നത്. സെക്കൻഡുകൾ മാത്രം. അഭിലാഷ് എന്റെ വലതുവശത്ത് തന്നെ തുടങ്ങാം. അരുൺ തുടങ്ങാം. അരുൺ കഴിച്ചിരിക്കുന്ന പഴം 1 2 3 4 5 6 7. ഓക്കെ, 8 പഴമാണ് അരുൺ കഴിച്ചിരിക്കുന്നത്. അരുണ് നല്ലൊരു കൈയടി കൊടുക്കാം. അത് കഴിഞ്ഞ് പെൺകുട്ടികളുടെ ഇടയിലെ ഗ്രൈൻഡർ എന്നറിയപ്പെടുന്ന കാവേരി. 1 2 3 4 5 6 7 8 9 10 11 12 പഴം. 12 പഴം. കാവേരി ചോദിച്ചു കാവേരി ഇത് എങ്ങനെയാണെന്ന്. ചേട്ടൻ ഈ പഴം ഭയങ്കര ഇഷ്ടമാണ്. അടുത്തത് നമ്മുടെ അഭിലാഷാണ്. പെണ്ണ് കാണാൻ നിൽക്കുന്ന പോലെ നിൽക്കുകയാണ് ഞാൻ. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ. 1 2 3 4 5 6 7 8 9 10 11 12 13. ഒരു പഴം അധികം കഴിച്ചിട്ടുണ്ട്. ഒരു പഴം. സത്യം പറഞ്ഞ ഈ ഗെയിമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 8 പഴം അരുൺ കഴിച്ചപ്പോ 13 പഴം അഭിലാഷ് കഴിച്ചപ്പോ 12 പഴം കഴിച്ച് ഒരു പെൺകുട്ടി. അത് നമുക്ക് അപ്ലാസ് കൊടുക്കാം. കാരണം തീർച്ചയായിട്ടും അഭിലാഷ് ഒരു പുരുഷനാണ്, എന്നാൽ പോലും ഒരു പെൺകുട്ടി ഇത്രയും കട്ടയ്ക്ക് കൂടെ വയ്ക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പൊ അഭിലാഷിന് നല്ലൊരു കൈ കൊടുക്കാം. 13 പഴം തിന്നുകൊണ്ട് അഭിലാഷ് നമ്മുടെ ഈ ഗെയിമിന്റെ 1ാം സ്ഥാനം നേടിയിരിക്കുകയാണ്. അപ്പോൾ ഇതിന് സമ്മാനം ഉണ്ട്. അഭിലാഷിന് തീർച്ചയായിട്ടും സമ്മാനം ഉണ്ട്. ഈ പങ്കെടുത്ത എല്ലാവർക്കും ഒരു അപ്ലാസ് കൊടുക്കാം കേട്ടോ. ഇതിന് സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി മാവേലി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.
മാവേലി ഇവിടെ കൊടുക്കണം. ഇതാണ് ഇദ്ദേഹമാണ് ജയിച്ചത്. പഴം. ആ. ഓണത്തിന് കപ്പടിച്ചു 13 പഴം തന്നെ അഭിലാഷ്. മുട്ടെങ്ങനെയാണ്? ഫുഡിയാണോ ഭയങ്കര ഏറ്റവും ഇഷ്ടം? ജങ്ക് ഫുഡാണോ നാടൻ ഫുഡാണോ? ജങ്ക് ആയിരിക്കും. സദ്യ ഇഷ്ടമാണ്. ബട്ട് നാടൻ അവക്ക് തന്നെ ഓണൊക്കെ വേണം. സദ്യ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണ്? ബോളിയും പാൽപ്പായസവും. ഇതിൽ സദ്യയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഏതാണ് കറി ഉണ്ടാക്കുന്നോ? അവിയൽ. അവിയൽ ഉണ്ടാക്കാൻ അറിയാം? ഒരു ഷോയിന് ഞാൻ ഉണ്ടാക്കിയത്. ഓക്കെ, അവിയൽ ഉണ്ടാക്കാം. അപ്പൊ ഇനി നമുക്ക് മുത്തിന്റെ അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അവിയൽ ആദ്യം അവിയൽ നമ്മൾ എന്റെ തോർത്ത് ഞാൻ കുടഞ്ഞോണ്ട് പച്ചടി സലാഡ പറഞ്ഞാൽ പോരായിരുന്നു. പപ്പടം പറയായിരുന്നു. നേരത്തെ പറഞ്ഞിരുന്നെങ്കിലേ അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുക? കേട്ടാ അഖിലേ, ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മഞ്ജു ചേച്ചി എടുത്തെങ്കിലും ചോദിച്ചു വെച്ചായിരുന്നു. അല്ല, ഒറ്റയടിക്ക് ഞാൻ ചേട്ടാ ഞാൻ അവിയലാണ് അമ്മേനെ നോക്കിയതുണ്ടോ? അമ്മ അവിടെ അടിക്കട്ടെ പടവലേക്ക് അല്ല, അത് ഏറ്റവും വലിയ കോമഡി ഉണ്ടോ? മഞ്ജു പറഞ്ഞതൊക്കെ ഇങ്ങനെ ഇരിക്കാറ്, കണ്ണൊക്കെ വിടർത്തി ഇങ്ങനെ ഇരിക്കായിരുന്നു. അമ്മ നോക്കുമ്പോ മുത്തേ പറ, മുത്തേ അവിയൽ നമ്മൾ എങ്ങനെ കിട്ടൂല, അത്ര സൈറ്റ് നിനക്കില്ല. അമ്മ അവിടെ കാണിച്ചു തുടങ്ങി, കായെടുത്ത് കട്ട് ചെയ്ത് കാണിച്ചു തുടങ്ങി. അമ്മ കാണിക്കുന്നതല്ല, നിനക്ക് വല്ല കാര്യം അല്ല, അമ്മ അങ്ങനെയാണ് കാണിച്ചത്. അപ്പൊ അവള് കാ കട്ട് ചെയ്ത് തുടങ്ങി. കൗമുദി ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി മുത്തിന്റെ അവിയലിന്റെ പുതിയ റെസിപ്പി. ഡിസ്ക്ലെയിമർ, ഞാൻ കുക്കിംഗ് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. ക്ലീനിങ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അവിയൽ വെച്ചിട്ട് അപ്പൊ കാ കട്ട് ചെയ്യണം. ആ കാ കട്ട് ചെയ്തു. ആ പിന്നെ കാ വാഷ് ചെയ്യണം, കട്ട് ചെയ്യണം. ഓക്കെ. ആ അപ്പൊ കാ മാത്രം മതിയോ? ഇല്ല, ചട്ടി എടുക്കണമല്ലോ. ക്യാരറ്റും കായും. ആ, പിന്നെ കാഷ്യൂനട്ട് നമ്മളിങ്ങനെ ചതയ്ക്കും. നിങ്ങൾ കപ്പൽ കിട്ടാൻ ഞങ്ങള് ഇടും. കായും കാരറ്റും കശുവണ്ടിയാ 3 കാ വെച്ചുള്ള സാധനമാണ്. അറിയുന്നുണ്ടല്ലേ? അതൊന്നും ഇല്ലാന്ന് എനിക്കറിയാം. എണ്ണ ഒഴിക്കണം. കശുവണ്ടി ആകുമ്പം മനസ്സിലേക്ക് അവിയൽ കൊണ്ടുവരും. അവിയൽ മനസ്സിലേക്ക് തേങ്ങ അരയ്ക്കണം. തേങ്ങ അരയ്ക്കുമ്പോ അതിന്റെ അകത്ത് ഉപ്പിടണം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം, കിസ്മിസ്, മുളക് പൊടി. മുത്ത് തേങ്ങ അരയ്ക്കാൻ പറഞ്ഞാ തേങ്ങ അരയ്ക്കണം. പച്ചമുളക്. എന്നിട്ട് നമ്മൾ അരയ്ക്കും. എന്നിട്ട് ആ അരച്ച പേസ്റ്റ് ഇല്ലോട്ട് ഇടും. എന്നിട്ട് ഇട്ട് ഇതാക്കും. മുത്തേ തീ കത്തിച്ചതിനിടയ്ക്ക് എണ്ണ ഒഴിച്ചപ്പോ കത്തിച്ച്. എന്നിട്ട് ക്യാരറ്റ് ഇടും, നല്ലോണം ഇളക്കും. ലാസ്റ്റ് ഒന്നുകൂടെ എണ്ണ ഒഴിക്കും. ഇത് 4 വട്ടം എണ്ണ ഒഴിച്ചേ. 1 കിലോ വെളിച്ചെണ്ണ പോയി. 1 കിലോ വെളിച്ചെണ്ണ പോയി. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് തൈര് ഒഴിക്കാം. നമുക്ക് അപ്പൊ ഈ ഉരുളക്കിഴങ്ങും മറ്റേ കത്തിരിക്ക അങ്ങനെയുള്ള പരിപാടി അതൊന്നും ഇടൂല. ഈ 3 ഐറ്റം ഇടുള്ളൂ. അവിയല് പരുവെന്ന് പറഞ്ഞില്ലേ, അത് തന്നെ. അപ്പൊ മുത്തിന്റെ സ്പെഷ്യലാണ് കേട്ടാ. കാ, കശുവണ്ടി, ക്യാരറ്റ്, കാ വെച്ചുള്ള അവിയൽ. ഒരു നല്ല കൈഡി കൊടുക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. മഞ്ജുന് ചോദിക്കാം. മഞ്ജു അങ്ങനെ അവിയൽ ഉണ്ടാക്കണം പറഞ്ഞു. അവിയലിലെ എല്ലാ കഷ്ണങ്ങളും ഇവിടെ. വെണ്ടയ്ക്ക അതൊന്നും ഇടൂല. അതല്ലാതെ മുറുക്കമുള്ള എല്ലാ കഷ്ണങ്ങളും അതിങ്ങനെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ട് ലേശം വെള്ളവും ഉപ്പൊഴിച്ചിട്ട് അതിങ്ങനെ വേവിക്കും. ഞങ്ങളുടെ കവിയൽ അങ്ങനെ കുഴഞ്ഞിരിക്കൂല. കുറച്ചിങ്ങനെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കടിക്കാനൊക്കെ വേണം. അതങ്ങനെ വേവിച്ച് വെച്ചിട്ട് മഞ്ഞപ്പൊടി ഉപ്പുമിട്ട് വേവിക്കും. എന്നിട്ട് തേങ്ങ ചിരകി എടുത്തിട്ട് വെളുത്തുള്ളി, ജീരകം, ഇച്ചിരി കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് ഒരുപാട് പേസ്റ്റ് ആവൂല. കുറച്ച് അങ്ങനെ 2 അടി പോരാ, ഒരു 3-4 അടി. അങ്ങനെ ഒന്ന് ചതച്ചിങ്ങനെ എടുക്കണം. എന്നിട്ട് ഈ വെന്ത ഇതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലോണം കുഴച്ച് അത് ഒന്നുകൂടെ അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ട് അതിന്റെ ആവിയിൽ അതെല്ലാം ഇതാക്കിയിട്ട് വാങ്ങുന്നതിന് മുൻപ് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കണം, പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. വേണമെങ്കിൽ ഇച്ചിരി അല്ല പുളിക്ക് ചെറിയൊരു പുളിരസം വേണം. അതിനൊരു ഇച്ചിരി തൈര് ഒഴിക്കുന്നവരുണ്ട്. ജീരകം അരയ്ക്കാൻ
ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അവിയലുണ്ടാക്കുന്നത്. പക്ഷെ അഖിലേ അപ്പൊ ഓക്കെ, അപ്പൊ മഞ്ജുവിന്റെ അവിയൽ ഓക്കെ. അപ്പൊ ഇത് സാധനത്തിന് എന്ത് പേര് പറയും നമ്മൾ ഈ കിസ്മിസും മറ്റേ? അല്ലായിരുന്നു ഞാൻ അത് സുറാട്ട്. സുറാട്ട്. അവര് കുറച്ച് കഷ്ണം ഇട്ടില്ല. അതെ അതെ അതെ. സുറാട്ട് എന്നാണ് ഇതിന് പേര് പറയുന്നത്. സുറാട്ട്. ഈ ഡോക്ടേഴ്സ് ഏത് അസുഖം ഉണ്ടെങ്കിലും കഴിക്കാൻ പറയുന്ന ഒരു സാധനം അവിയൽ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. എന്തുകൊണ്ടെന്ന് അറിയാമോ? ഏത് രോഗം വന്നിരുന്നാലും ഈ ഒരു സാധനം എല്ലാ സാധനങ്ങളും ഉള്ളത് എല്ലാം നമുക്ക് വേണ്ട. അതെ അതെ. പിന്നെ ഒരുപാട് ഇങ്ങനെ വെന്ത് കുഴഞ്ഞ് അങ്ങനെ പോകില്ലല്ലോ. അവിയലിന് ഒരു ഫ്രഷ്നെസ് പരിധി ഉണ്ടാവും ഒരു സാധനം അല്ലേ. ഹാപ്പി അവിയൽ. ഇപ്പൊ സദ്യയില് നമ്മ സദ്യ കൊണ്ടുവന്നു. സദ്യയിൽ ഇപ്പം ഒരു 10-12 കൂട്ടം കറി ഉണ്ടെന്ന് വെച്ചോ. ഇതിൽ ഒരു കറി മാത്രമേ നിങ്ങൾക്ക് തരുമെന്നുണ്ടെങ്കിൽ ഏത് കറിയായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്? ഇഞ്ചി മാത്രം. ഇഞ്ചി 101 കറികൾക്ക് തുല്യമാണ്. അപ്പൊ ഇഞ്ചി നമുക്ക് കറക്റ്റായിട്ട് വയ്ക്കാം. ഇഞ്ചി വെച്ച് വേറെ ഒന്നും വെച്ചില്ലെങ്കിൽ എല്ലാ ഇതും വെച്ചതിന് തുല്യമാണ്. ഞങ്ങളുടെ വീട്ടില് വെക്കാത്തൊരു കറിയുണ്ട്, എനിക്ക് അത് കിട്ടുമ്പോഴേ ഇഷ്ടം. അതേത് കറിയാണ്? മുന്തിരിയൊക്കെ ഇട്ടൊരു മധുരമുള്ള കറി ഭയങ്കര ഇഷ്ടമാണ്. അതിവിടെ അത് ഞങ്ങളുടെ വീട്ടിലൊന്നും ഉണ്ടാക്കൂല. അതെ. പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ നമ്മൾ സദ്യ വെച്ച് കഴിഞ്ഞാൽ അന്ന് തന്നെ കഴിയില്ലല്ലോ. ഫ്രിഡ്ജിൽ വെച്ചൊരു 3-4 ദിവസമൊക്കെ ഓട്ടിച്ച് കഴിക്കുന്ന ആ കറി ഏതൊക്കെയാണ്? സൗമ്യ പറ. ഫ്രിഡ്ജിൽ ഒരു 3 ദിവസമൊക്കെ ഇരുന്നിട്ട് ഫ്രിഡ്ജിൽ ഒരു 3-4 ദിവസം ഇരിക്കുന്ന കറി ഉണ്ടല്ലോ. സാമ്പാർ. എനിക്ക് എല്ലാ കറികളും ഇഷ്ടമാണ്, എന്നാലും ഏറ്റവും കൂടുതൽ ഇഷ്ടം അച്ചാറാണ്. അതല്ല സമയം ഞാൻ ചോദിച്ചത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരിടത്തും കിടും. അവിയല്, സാമ്പാർ, ഇതെല്ലാം പഴം കൂട്ടാൻ. പക്ഷെ നമ്മുടെ അവിടെ അങ്ങനെ അത് ഉണ്ടാവാറില്ല. ഇവിടെ അങ്ങനെ ഒരു പരിപാടിയുണ്ട്. ഭയങ്കര ടേസ്റ്റ്. നമ്മുടെ അവിടെ അങ്ങനെ ഇല്ല. ദോശയുടെ കൂടെ ഒക്കെ കഴിച്ചാണ്ടല്ലോ. പക്ഷെ ചിലരെങ്ങനെയാണെന്നറിയോ സാംചേട്ടാ, ഇങ്ങനെ ഒരു മറ്റെന്താ മൺകുട അതിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് വെക്കും. ഫ്രിഡ്ജിൽ വെക്കൂല, ഇട്ടിട്ട് വെച്ചിട്ട് ഇല്ലില്ല അങ്ങനെയാ പറയുന്നത്. പക്ഷെ നമ്മുടെ അങ്ങോട്ടേക്ക് അങ്ങനെ ഇല്ല. കുറവാണ്. ടോം ആൻഡ് ജെസ്സി, ജയറാം പറ. ഇനിയെങ്കിലും ജയറാം എന്താണ് ജയറാമിന് സദ്യയിൽ കഴിക്കുക ഏറ്റവും കൂടുതൽ? അങ്ങോട്ടാണ് നോക്കല്ലേ, തോർത്തെടുത്തോണ്ടിരിക്കണം. സദ്യനെ കുറിച്ച് അവന് നന്നായിട്ട് അറിയാൻ പറ്റും. അവൻ പ്യോർ വെജ് ആണ്. ഒരു നല്ല കാര്യം എടുക്കുക നമ്മുടെ കൂട്ടത്തിൽ. അവനൊന്നും കഴിക്കില്ല, പ്യോർ വെജ്. ഐസ്ക്രീം പോലും. അപ്പൊ സദ്യ വിളമ്പുന്ന രീതി ആദ്യം ഏത് കറി തൊട്ടാണ് സദ്യ വിളമ്പുന്നത്? ആദ്യം ചിപ്സ്, ചക്കരവരട്ടി, പഴം. ഏസലാണ് പോട്ടെ. ഇല ഇടുമ്പോ ലെഫ്റ്റ് നോക്കിയിടണം. ലെഫ്റ്റ് തുമ്പ് വരണം. ലെഫ്റ്റ് തുമ്പ് വരണം. അത് ഞങ്ങളെ കാവ്യമാധവൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാലും കാവ്യമാധവൻ കേട്ടോ. പാവപ്പെട്ട ജയറാം പറഞ്ഞിട്ട് ശ്രദ്ധിക്കുന്നത്. ഇത് ജയറാമാണോ കാവ്യമാധവനാണോ? എനിക്ക് വലുത് കാവ്യ. അത് ഇഞ്ചി, നാരങ്ങ, മാങ്ങ. ഇത് നമ്മുടെ കിച്ചടിക്ക് മുന്നേ നമ്മുടെ നെല്ലിക്ക ഇതുണ്ടെങ്കിൽ അത്, നെല്ലിക്ക അച്ചാറുണ്ടെങ്കിൽ അത്. പിന്നെ കിച്ചടി വിഭവങ്ങൾ വരും. തോരൻ, പിന്നെ മധുരക്കറി, താഴെ അവിയല്, ഇപ്പുറത്ത് കൂട്ടുകറിയുടെ അതിന് ഇപ്പുറത്ത് തന്നെ തീയലുണ്ടെങ്കിൽ കുറച്ച് തീയലിന്റെ ഇത് വരും. കുറച്ച് ഇങ്ങോട്ട് മാറി ഓല, ആ സംഭവങ്ങൾ വരും. പിന്നെ ഭയങ്കര പപ്പടം ലെഫ്റ്റിൽ തന്നെ. ആദ്യം ചോറ്, പിന്നെ പരിപ്പ്, ചോറ് കഴിഞ്ഞിട്ട് ആദ്യം ചോറ് കഴിഞ്ഞ് പരിപ്പിൽ ഇച്ചിരി നെയ്യ് നെയ്യുമ്പോ കുറച്ച് പപ്പടം എടുക്കുക, പരിപ്പ് കൂട്ടി അങ്ങനെ പരിപ്പ് കഴിഞ്ഞാൽ അതിനുശേഷം വീണ്ടും ചോറ് ആവശ്യമുള്ളവർക്ക് ആവാം. അല്ലെങ്കിൽ ഉള്ള ചോറിൽ സാമ്പാർ വരിക, കുറച്ച് പപ്പടം എടുക്കുക, അതിലും കൂട്ടി കഴിക്കാം. ഇതിലൊക്കെ കൂട്ടുമ്പോഴത്തേക്ക് ഒരു കാര്യം വെക്കണം, അവിയലൊക്കെ കഴിയണം. ഇതെല്ലാം ഒരു സൈഡിൽ നിന്ന് തിരികൊണ്ട് വരണം. എനിക്ക് മഞ്ജുനറിയുന്ന ഒരു കാര്യമുണ്ട്. ഇദ്ദേഹം നമ്മളെ മുമ്പിലിരുന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഇത്രയും ആസ്വദിച്ച് കഴിക്കുന്ന ഒരു വ്യക്തിയെ ഞങ്ങൾ കണ്ടിട്ടില്ല. അത് മാത്രമല്ല സമയം അത് കഴിഞ്ഞാണല്ലോ, ഇലയായിരുന്നാലും പാത്രമായിരുന്നാലും കഴുകേണ്ട ആവശ്യം. എല്ലാവർക്കും സംശയമുണ്ട് നമ്മളെ ഇല മടക്കുന്ന ആ രീതിയാണ്. എപ്പോഴും നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്ന കാര്യം ഇത് അങ്ങോട്ടാണ് മറക്കുന്നത്. സന്തോഷത്തിലാണ് നമ്മൾ ഒരു ഇത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ സദ്യ വേണം. തൃപ്തി, നമ്മളെ കഴിച്ചത് ആഹാരം തൃപ്തിയായി. നമ്മള് മരണ വീട്ടിൽ നമ്മൾ വിളിക്കുന്ന അത് നമ്മൾ എപ്പോഴും ഇഷ്ടപ്പെടില്ല. അത് ഇപ്പൊ നമ്മൾ അത് അങ്ങോട്ട്. അപ്പൊ ഒരു കാര്യം, അപ്പൊ ചോറായി, പരിപ്പായി, സാമ്പാറായി, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ട്രിവാൻഡ്രം സദ്യ. സാമ്പാർ കഴിഞ്ഞിട്ട് അടപ്രഥമൻ. അടപ്രഥമൻ അറിയാമോ? അടപ്രഥമനൊക്കെ അടപ്രഥമന്റെ കൂടെ കഴിക്കാൻ, അടപ്രഥമന്റെ കൂടെ കഴിക്കാൻ പഴം, പ്രഥമൻ, പഴവും പപ്പടവും. പഴം, പപ്പടം, അങ്ങനെയുള്ള പ്രഥമൻ. പിന്നെ ഉള്ളത് കടല. കടല വേണമെങ്കിൽ അങ്ങനെ 3 കൂട്ടം അങ്ങനെയാണെങ്കിൽ പായസം ഉണ്ട്, പരിപ്പ് പായസം, പിന്നെ പഴം പായസം, അങ്ങനെയൊക്കെ വരും. ഇത് പാലട ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ പാൽ പായസം, അല്ലെങ്കിൽ വെർമസലി. വീണ്ടും അതിനുശേഷം വീണ്ടും കുറച്ച് ചോറ്, പുളിശ്ശേരി, വീണ്ടും കുറച്ച് ചോറ്, രസം, മോര് കയ്യിലിങ്ങനെ വാങ്ങിക്കാം. ഇതെല്ലാം കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ
ബാക്കി കറികൾ ഈ ഇഞ്ചി കൂട്ടരുത്, ചെറുതായിട്ട് എടുക്കുക. അതെ എല്ലാം കൂട്ടിയിട്ട് ലാസ്റ്റ് ഇഞ്ചി അങ്ങോട്ട് എടുക്കുക. അങ്ങോട്ട് അല്ല, അതിന് ശാസ്ത്രീയ വശം എന്താ അറിയാമോ? ആരോഗ്യമായിട്ട് ദഹിക്കാൻ വേണ്ടിയിട്ടാണ്. കൂടെ ഉള്ളത്. പായസത്തിന്റെ കൂടെ മഞ്ഞ നാരങ്ങ വിളമ്പുന്നത് ഈ നാട്ടിൽ പക്ഷെ മാത്രമല്ല, ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ തിരുവനന്തപുരത്തിലും അഭിമാനിക്കാം. നമ്മള് സാമ്പാർ കഴിക്കൂലേ, സാമ്പാർ കഴിച്ചിട്ട് അടുത്ത ട്രിപ്പ് ഇവര് പുളിശ്ശേരി ആയിട്ടാ വരുന്നത്. നമ്മുടെ അവിടെ അങ്ങനെ പുളിശ്ശേരി കഴിച്ചിട്ട് പിന്നെ എല്ലാ പായസവും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചോറിന്റെ കൂടെയാണ് പച്ചമോര് മാത്രം തരും. അതെന്താന്ന് വെച്ചാല് നമ്മൾ ഈ പായസം കഴിച്ച് മത്ത് പിടിക്കുമ്പോഴത്തേക്ക് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിട്ടാണ്. പക്ഷെ ഞാൻ എവിടെയൊക്കെ പോയിട്ട് ഇത്ര മനോഹരമായിട്ടുള്ള അടുക്കും ചിട്ടയുള്ള സദ്യ ഇവിടെ വേറെ കാര്യം എന്തെന്നറിയാമോ? പരിപ്പില്ലാത്ത സദ്യയുള്ള സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾക്ക് സാമ്പാറാണ്, പരിപ്പൊന്നുമില്ല. ക്ഷമ ഡയറ്റ് ആണോ അപ്പം? സംസാരത്തിൽ ഡയറ്റ് ഒന്നല്ല, ഭക്ഷണ കാര്യത്തിൽ ഡയറ്റ് ആണ്. ജയറാം ഞെട്ടി. കാരണം ലൊക്കേഷനിൽ രാവിലെ ജയറാൻ ഞെട്ടിയതല്ല, ജയറാന്റെ തോർത്തുണ്ടെങ്കിൽ ഇപ്പോഴും തല ജയറാൻ അവിടെ നിൽക്കണേ. ജയറാൻ തോർത്ത്. ക്ഷമ എങ്ങനെയാണ്? ഡയറ്റ് ആണ്. അപ്പൊ ഈ ഓണത്തിന് ഡയറ്റ് മറക്കുമോ? അതെ, എങ്ങനെയാണ്? ഓണത്തിന് മറക്കും. അത് ഡയറ്റ് വേറെ ഒന്നുമല്ല, എനിക്കൊരു ഹെൽത്ത് കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് തടി മെയിൻറ്റെയിൻ ചെയ്യണം, ഇല്ലെങ്കിൽ പെയിൻ കൂടും. പക്ഷെ ഭക്ഷണം കണ്ട ഡയറ്റ് മറക്കും. ഞാനിപ്പോ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്, അപ്പൊ ഭക്ഷണം കഴിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഡയറ്റ് എല്ലാം മറക്കാറുണ്ട്. വന്നോണം നിന്നോണം പൊളിച്ചോണം, നമ്മുടെ ഓണസദ്യ ആരംഭിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് അവർക്ക് സദ്യ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇവർക്ക് ഇതിലൊരു ടാസ്ക് ഉണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഇമോജീസ് ഇവർ സെലക്ട് ചെയ്യുന്നു. ഇതിൻ്റെ ഇതേ ഭാവം ഇവരവരുടെ ഫേസ് ബ്രഷിലൂടെ നമ്മളെ കാണിക്കുന്നു. പാസ്സാവുന്നത് നമ്മൾ അകത്തേക്ക് കയറ്റി വിടുന്നു. ഓക്കെ, റെഡി? ഓക്കെ. അപ്പം നമ്മൾ ആദ്യം അമൃതയെ ക്ഷണിക്കുകയാണ്. അമൃതാവാ, നമുക്ക് ഓണത്തിന് സദ്യ ഉണ്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഇമോജി എടുക്കും. പാസ്സായില്ലെങ്കിൽ വെളിയിൽ ഇരുത്തും, അകത്ത് കയറ്റൂല. എടുത്തോ. ഓക്കെ, പാസ്. ഓക്കെ, റെഡി, വിട്ടോ. ഓക്കെ, അടുത്തവാ അന്ന ചാക്കോ. ആലോചിക്കണത് ദേവസേനയാണ്. പാറു. അടുത്ത സാബു കൊണ്ടാണ്. സാബു എന്തോ അങ്ങനെ ഇഷ്ടമുള്ള എടുത്തോളൂ. എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അണ്ണൻ തന്നെ എടുക്കുന്നതാണ്. കനക വന്നിരിക്കുകയാണ് വിയറ്റ്നാം കോളനിയിൽ. ഇതെല്ലാം മഞ്ജുവിന്റെ മുഖമാണ്. ഞാൻ വിചാരിച്ച സാധനത്തില്ല. സൗമ്യമായ മുഖമുള്ള സൗമ്യ, ഇതിൽ നിന്ന് ഏത് മുഖം എടുക്കുന്നു നോക്കട്ടെ. സൗമ്യ. ക്ഷമയ്ക്ക് ഊണ് കഴിക്കാൻ ഒരു ക്ഷമയില്ല നിൽക്കുന്നു. ഒരു സാധനം എടുത്താൽ പോവാം. പ്രശ്നങ്ങളുടെ രാജകുമാരനാണ് വന്നിരിക്കുന്നത്. ഇത് ഏതെടുത്താലും ചീൽ കണക്ക് കാണിക്കുമെന്ന് പറഞ്ഞേക്കുന്നത്. അരുണേ, സെലക്ട് ചെയ്തെടുത്തു. ആരും എടുക്കാത്തെടുത്തോളാം. അടുത്ത ലേറ്റാ വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അഭിലാഷാണ് ലാസ്റ്റ്. ഒരു കല്ല് അടച്ച് ഒരു കല്ല് തുറന്ന്. നമ്മൾക്ക് എല്ലാവർക്കും ചോറ് കിട്ടി. അപ്പൊ ഇവന് ചോറ് കിട്ടും എന്നുള്ള കാര്യം നമ്മൾ അറിയണ്ടേ? അപ്പൊ ഇത്രയും നേരം നമ്മളെ കൊണ്ട് ഇമോജി കളിപ്പിച്ച അഖിൽ നമുക്കൊരു പണിയെടുക്കണ്ടേ? സിമ്പിൾ. നിന്റെ കൂടെ ഒരു അടിയിൽ കിട്ടൂല. അപ്പോൾ വന്നോണം ഇരുന്നോണം പൊളിച്ചോണം, നമ്മുടെ ഓണസദ്യ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ 3 ടീമംഗങ്ങളും ഈ സമയത്ത് ഏകോദര സഹോദരങ്ങളും പോലെ ടീമൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് അവർ കിട്ടിയ ഇലയിൽ സ്ഥലം പിടിച്ച് കണ്ട് അന്നാച്ചാക്കോയൊക്കെ ഇരുന്നാഴി ചോറുമായിട്ട് ഇരിക്കുകയാണ്. ഓണ സദ്യ എങ്ങനെയുണ്ട് അന്നെ? കഴിക്കാൻ സമ്മതിക്കുമെന്ന്. പിന്നെ തീർച്ചയായിട്ടും. അമൃത എങ്ങനെയുണ്ട്? കഴിക്കാൻ തുടങ്ങണേ. എങ്ങനെയുണ്ട് സദ്യ? എങ്ങനെയുണ്ട് വേണ്ട സദ്യ? പിടിച്ചോ പിടിച്ചോ. ആ പപ്പടം ഒന്ന് പൊട്ടിച്ചാണ്. ആ സൗണ്ട് ഒന്ന് കേട്ടി. പപ്പടം പൊട്ടിക്കാൻ ആളിവിടെ പൊട്ടിച്ചാണ്. ആ മാലപ്പടക്കം പൊട്ടുന്ന ആ സൗണ്ടില് പപ്പടം പൊട്ടിച്ചൊരു. അതെ, നീ ഞങ്ങളെ കാര്യങ്ങൾ നോക്കുന്നതിനിടയിൽ നീ വീഴാതെ നോക്കണം. എന്നാലേ അന്ന് എന്നെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടോ? എനിക്കത് ജയറാമേ, ഊണെങ്ങനെയുണ്ട്? അടിപൊളി, നല്ല ഊണല്ലേ? അരുണ എന്ത് പറയുന്നു? അടിപൊളി. അതെന്താണ് നീ ഇവിടെ ക്യാബിനറ്റ് മീറ്റിംഗ് കൂടെയാണ്?
നീ മാത്രം അവരുടെ കൂടെ കയറുന്നത് ഇങ്ങനെ ഒരു പണി വരുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. നിനക്ക് ഇരിക്കാൻ വയ്യാത്തോണ്ടല്ലേ കയറിയിരുന്നത്. ഓക്കെ, അപ്പൊ കഴിച്ചു. എങ്ങനെയുണ്ട്? എന്തായാലും അഭിലാഷ് വെയിറ്റ് ചെയ്തിരുന്നു ഇത്രയും വരെ കഴിക്കുന്നവർ. തീർച്ചയായിട്ടും. മാവേലി ഊണെങ്ങനെയുണ്ട്? തന്നെ ഇവിടെ പാതാളത്തിലുള്ള കണക്ക് തന്നെയല്ലേ? ചിരിയാണ്. എങ്ങനെയുണ്ട് ക്ഷമേ? അടിപൊളി. ഒരു ക്ഷമയില്ല കേട്ടാ. ഇഞ്ചിയൊക്കെ തീർത്താ? അതാണ് ആദ്യം. ഓക്കെ അടിപൊളി. അപ്പം ഞാൻ പറയുന്നൊരു കാര്യം, നമ്മൾ സദ്യ കഴിച്ചു, 3 കൂട്ടം പായസം കഴിച്ചു, ബോളി കഴിച്ചു, സേമിയ കഴിച്ചു, ലാസ്റ്റ് ഇഞ്ചി ഒരു നക്കി ഇരുന്നിട്ട് നമ്മൾ അവസാനം ഇതെല്ലാം കഴിഞ്ഞ് കൈ എഴുതി പറയുന്ന ഡയലോഗ് എന്താണ്? ആദ്യം പറയുന്ന ഡയലോഗ് കിടക്കണം. സദ്യ കഴിഞ്ഞാൽ എന്തായിരിക്കും? എന്തായിരിക്കും സദ്യ ഉണ്ട് കഴിഞ്ഞാൽ? അല്ല, ഇഷ്ടമല്ലാത്ത കല്യാണത്തിനാണ് പോയി കഴിക്കണമെങ്കിൽ വേറെയുണ്ട്. സാമ്പാർ അത്ര അങ്ങോട്ട് അത് വെറുതെ വയറ് നിറയുമ്പോ ഏമ്പക്കം വിടും. അത് കഴിഞ്ഞിട്ട് ഒന്ന് ടയർഡായിട്ട് പറയും. ഓക്കെ, സാബുണ്ണ സദ്യ കഴിഞ്ഞിട്ട് സാബുണ്ണ നീറ്റാണ് കേട്ടോ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ. സാബുണ്ണ ഫാസ്റ്റ് ആണെന്നേ ഉള്ളൂ. സാബുണ്ണ ഭയങ്കര സ്പീഡാ. സാബുണ്ണ കൈ പോകണം നമ്മൾ ശ്രദ്ധിച്ചാൽ പറ്റില്ല. കാരണം ഒരു ക്യാമറ വെച്ചിട്ട് പുള്ളിയുടെ ഫുഡ് കഴിക്കുന്ന ക്ലോസ് എടുക്കാൻ തന്ന ക്യാമറമാന്റെ കണ്ണ് ഇങ്ങനെ പോകും. ഇവിടെ നിൽക്കും, അവിടെ നിൽക്കും, ലാസ്റ്റ് ഇലയും മടക്കി തവള എത്ര ദേവസേന ഊണായി കഴിഞ്ഞിട്ട് ആദ്യം ദേവസേന എന്താണ് അപ്പൊ വേറെ കഴിഞ്ഞിട്ട് അപ്പൊ നമ്മളിവിടുത്തെ ഓണാഘോഷം കഴിഞ്ഞ് വീട്ടിൽ പോയാൽ ഇത്തവണത്തെ ഓണത്തിന് സദ്യ വീട്ടിലുണ്ടാക്കുമോ അതേ പുറത്തു പോയി സദ്യ ഓർഡർ ചെയ്യും? ആദ്യം സൗമ്യ വീട്ടിലുണ്ടാക്കും. സൗമ്യയുടെ വീട്ടിൽ ആരായിരിക്കും ഫുഡ് ഉണ്ടാക്കുന്നത് കൂടുതലും? ഫുഡ് ഇപ്പൊ ക്ഷമ നേരത്തെ പറഞ്ഞ പോലെ എന്റെ അമ്മച്ചി മരിച്ചിട്ട് ഇപ്പൊ 2 വർഷം ആവാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ അതിന് മുന്നേയൊക്കെ അമ്മച്ചി എല്ലാരും കൂടെ ഒക്കെ ആയിരുന്നു. ഇപ്പൊ പിന്നെ ഞാൻ വീട് വെച്ച് ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പൊ ഞാനും ഇപ്പൊ അച്ഛൻ എന്റെ കൂടെ ഉണ്ട്. അപ്പൊ ഞാനും അച്ഛനും മോനും. പക്ഷെ ഓണാകുമ്പോൾ എന്റെ 2 ചേച്ചിമാരും അനിയത്തി എല്ലാവരും വീട്ടിൽ വരും. അപ്പൊ എല്ലാവരും ഒന്നിച്ചാണ് ഒരുമിച്ചായിരിക്കും. 5-6 കൂട്ടം കറിയൊക്കെ എന്തായാലും ഉറപ്പായിട്ടുണ്ടാവും. 2 കൂട്ടം പായസവും കാണും. പായസം 2 കൂട്ടമൊന്നും ഉണ്ടാവില്ല, ഏതെങ്കിലും ഒരു പായസം. എങ്ങനെയാണ് മുത്തു പറ? മുത്തിന്റെ അവിയൽ കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് മേടിക്കും. അല്ലെങ്കിൽ പുറത്ത് മേടിക്കാണ്. അമ്മ തിരിഞ്ഞിരിക്കുന്നു. ചേട്ടൻ കാണാനല്ല, ഞാനും അമ്മയും അച്ഛനും ആയിരിക്കും. അപ്പൊ അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് അമ്മേ ഞാൻ അമ്മയോട് മാപ്പ് ചോദിക്കുന്നു. കാരണം വീട്ടിൽ നിന്ന് വെളിയിൽ ഫുഡ് ഓർഡർ ചെയ്ത് കൊച്ചിന്റെ അടുത്ത് അവിയൽ ഉണ്ടാക്കാൻ ചോദിച്ചാൽ ഞാനാണ് മണ്ട. അല്ലേ? അല്ല, ഇതൊക്കെ ചോദിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അതിന് മുന്നേ അമ്മയുടെ അമ്മ ഉണ്ടായിരുന്ന സമയത്ത് അമ്മയ്ക്ക് 3 ചേച്ചിമാരുണ്ട്. എല്ലാവരും കൂടെ ആയിട്ട് അമ്മൂമ്മയുടെ അടുത്ത് പോയിട്ട് അവരെല്ലാവരും അമ്മയും ചേർന്ന് വലിയ സദ്യയൊക്കെ ഉണ്ടാക്കും. അമ്മൂമ്മ മരിച്ചതിന് ശേഷം എല്ലാവരും സെപ്പറേറ്റ്. അമൃത പറ. അമൃതന്റെ മുഖം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അമൃത കുക്കിങ്ങില് അഗ്രഗണ്യാണ്. അമൃതയുടെ വീട്ടിൽ ഓണത്തിന് നാട്ടിലാണോ അതേ ട്രിവാൻഡ്രത്ത് ഫ്ലാറ്റിലായിരിക്കോ അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ എങ്ങനെയാണ്? ട്രിവാൻഡ്രത്താണെങ്കിലും നാട്ടിലാണെങ്കിലും എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. 11 മണിക്ക് മുന്നേ സദ്യ റെഡി ആയിരിക്കും. അമൃത എന്തൊക്കെ കറികൾ ഉണ്ടാക്കും? ഞാൻ ഉണ്ടാക്കത്തില്ല, എല്ലാം അരിഞ്ഞ് പറക്കി കൊടുക്കത്തേ ഉള്ളൂ. പിന്നെ ഇതിനുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഉപ്പോ ഒന്നും നോക്കത്തില്ല. സാധാരണ നമ്മൾ എന്ത് സദ്യ എന്തുണ്ടാക്കിയാലും ഉപ്പൊക്കെ നോക്കും. പക്ഷെ നമ്മൾ വിളക്കിന് മുന്നിൽ വെക്കുന്നത് കൊണ്ടും നമ്മുടെ അവർക്ക് വെക്കേണ്ടത് കൊണ്ട് അവർക്ക് വെക്കേണ്ടത് കൊണ്ടും നമ്മൾ ഉപ്പും മുളകും ഒന്നും നോക്കത്തില്ല. പക്ഷെ ഇത് കറക്റ്റ് ആയിരിക്കും. നമ്മൾ ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഇത് കറക്റ്റ് ആയിരിക്കും. അമ്മ വെക്കുന്നതാണ്, ഞാൻ വെക്കുന്നതല്ല. അല്ല, എനിക്ക് ഇപ്പൊ ഞാൻ പഠിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് എനിക്ക് ചെറുതായിട്ട് അത്യാവശ്യം ഞാൻ ജീവിച്ചു പോകും. പട്ടിണി നടക്കത്തില്ല. പുറത്തുനിന്ന് ഫുഡ് അങ്ങനെ കഴിക്കുന്ന ഒരാളല്ല ഞാൻ. ഞാൻ അങ്ങനത്തെ ജങ്ക് ഫുഡിനോട് അധികം ഇഷ്ടമല്ലാത്ത ഒരാളാണ്. പഴങ്കഞ്ഞി. ന്യൂ ജനറേഷൻ മുഖവും പഴങ്കഞ്ഞി അതൊരു നല്ലൊരു ഇതായിരുന്നു. പഴങ്കഞ്ഞി ഏറ്റവും ഇഷ്ടം. ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഭക്ഷണം രാവിലെ എന്നും കഴിക്കുന്നത്. എനിക്ക് അല്ലാതെ ദോശ അല്ലെങ്കിൽ ഞാൻ പിസ്സ ബർഗർ അങ്ങനെ ഒന്നും കഴിക്കുന്ന ഒരാളല്ല. ഞാൻ നാടൻ ഫുഡും എനിക്ക്
ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് കഞ്ഞി. ഞാൻ എനിക്ക് വീട്ടിലമ്മച്ച് കഞ്ഞി ഉണ്ടാക്കും. എനിക്ക് അന്നത്തെ ദിവസം കലിയാണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന എന്റെ കഞ്ഞി തന്നേന്ന് പറഞ്ഞിട്ട് കഞ്ഞി മേടിച്ചിട്ട് അതിന് ചോറ് ഞാൻ പിഴിഞ്ഞെടുക്കും. പിഴിഞ്ഞു മാറ്റിയിട്ട് എനിക്കിത് മതിയെന്ന് പറഞ്ഞ് ഞാൻ അതിന് അത് അങ്ങനെ കഴിക്കും. എനിക്ക് ഇഷ്ടമല്ല കഞ്ഞി. അഭിലാഷിന് ഏറ്റവും ഇഷ്ടപ്പെട്ടു എനിക്ക് പഴങ്കഞ്ഞി. പഴങ്കഞ്ഞിയാണ് ഏറ്റവും ഇഷ്ടം. എന്റെ ജീവൻ കൊണ്ട് തന്നെ പഴങ്കഞ്ഞിയാണ്. പഴങ്കഞ്ഞിയാണ്. അതാണ് എന്ത് കഞ്ഞി ടേസ്റ്റ്. അനീഷേട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫുഡ്. എനിക്ക് കഞ്ഞി ഇഷ്ടമാണ്, പഴങ്കഞ്ഞി ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടം ഈ ചോറിന്റെ കൂടെ കപ്പയും മീനും. രജിത്തിന് എന്താണ് ഫുഡ് ഏറ്റവും ഇഷ്ടം? പ്രത്യേകിച്ച് ഫുഡൊന്നും അത് ഇഷ്ടമല്ല, എന്നാലും കപ്പയും മീനും. ഫുഡിന് മുമ്പ് ഏറ്റവും ഇഷ്ടം അച്ചാറാണ്. ഒന്നും ഇഷ്ടമല്ലാത്ത പഴങ്കഞ്ഞി മാത്രം കഴിക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടം പഴങ്കഞ്ഞി. എല്ലാം കഴിക്കും, എല്ലാം തിരിഞ്ഞു കടിക്കാത്ത എല്ലാം കഴിക്കും. കാവേരിക്ക് ഏറ്റവും ഇഷ്ടം? എനിക്ക് വെല്ലം ഇഷ്ടമാണ്, അങ്ങനെ പ്രിഫറൻസ് ഇല്ല. എന്ത് കിട്ടിയാലും കഴിക്കും, തിരിച്ചു കടിക്കാത്ത എന്തും കഴിക്കും. ഓക്കെ. ദേവസ്ഥാനിക്ക് കൊട്ടാരത്തിലെ പഴവർഗ്ഗങ്ങളും അല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടം ചോറും മീൻകറിയും കപ്പയൊക്കെയാണ്. എന്ത് കഴിച്ചാലും എനിക്ക് ഒത്തിരി ചോറ് കഴിക്കണം. എന്ത് കഴിച്ചാലും ചോറ് കഴിക്കണം. അത് ചിലർക്ക് അങ്ങനെയുണ്ട്. ചോറ് കഴിച്ചാലും നമ്മൾ സാധാരണ ഷൂട്ട് ചെയ്ത് താമസിക്കും, അല്പം മാറ്റിട്ട് ചോറ് ചോദിക്കും. അൽഫാമും ചോറും. മുൻപ് ഞാൻ അങ്ങനെയായിരുന്നു. പാറുവിന് അവിടെ കൂടുതൽ വെജാണ്. വെജാണ്. ജയറാമിനെ കണക്കാണ്. വെജാണ്. പിന്നെ കഴിക്കാൻ സമയത്ത് അടി കൊണ്ടുവന്ന് അങ്ങനെയല്ല, ഫ്രൈ ഒക്കെ വാങ്ങിക്കുകയാണെങ്കിലേ അതിന്റെ പൊടി അങ്ങനെയൊക്കെയുള്ള സാധനം എടുക്കും. ഫ്രൈ ഒക്കെ വാങ്ങിച്ച് ഓപ്പോസിറ്റ് പൊടി നോക്കട്ടെ കൊള്ളാമോ എന്ന് പറയുന്നതിനകത്ത് സംഭവം അങ്ങനെയുണ്ട്. വെജാണ്. ഒരു കഷ്ണം അകത്ത് പോയിട്ടുണ്ടെന്ന്. ബാറ്റ പിടിക്കാനുള്ള പരിപാടി. പാർവതി ഫുഡ് കുക്ക് ചെയ്യോ വീട്ടില്? ചെയ്യും. ഇപ്പൊ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കും? അമ്മയെ സഹായിക്കുമോ? എങ്ങനെയാണ്? ഇല്ല, അങ്ങനെയല്ല. കുറച്ചൊക്കെ ഇതേപോലെ അരിഞ്ഞൊക്കെ കൊടുക്കാനും അങ്ങനെ. അമ്മയാണെങ്കിൽ അമ്മയ്ക്ക് വെക്കുന്ന അമ്മുമ്മയുണ്ട്. അങ്ങനെയല്ല, അമ്മുമ്മക്ക് അടുക്കള കയറുന്ന ഇഷ്ടമല്ല. നിങ്ങളാരും ഞാനും അമ്മയൊന്നും കയറുന്ന ഇഷ്ടമല്ല. അമ്മയൊക്കെ ഇടിച്ചാണ് കയറുന്നത്. അങ്ങനെ പറഞ്ഞോ. അവരിപ്പോ തലേ കൈമിച്ചോണ്ടിരിക്കുകയാണ് അടുക്കളയെ കയറിയിരുന്നേക്ക്. ഇപ്പൊ ഒരു 3 വർഷമായിട്ട് ഉണ്ടാക്കും. കുറച്ച് കല്യാണം കഴിഞ്ഞതുകൊണ്ട് ഇത്രയും കള്ളം പറയരുത്. ക്ഷമ ഇങ്ങനെ ക്ഷമിച്ച് ഇരിക്കുന്നുണ്ട്. ക്ഷമ എന്താണ് ഫുഡ് ഉണ്ടാക്കണ വീട്ടില്? ചോറിന്റെ ആളാണ്. അല്ല, ചോറുണ്ടാക്കും, കറികള് ഉണ്ടാക്കാൻ അറിയാം, കുക്ക് ചെയ്യും, എല്ലാം നല്ല കുക്കാണ്. ഇന്ന് ഞാൻ പറയുന്നു. അല്ല, എന്തൊക്കെ കറികളാണ് ഉണ്ടാക്കുന്നത് സാധാരണ? ഇപ്പൊ ഓണത്തിനാണെങ്കിൽ സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം ഉണ്ടാക്കാം. ഇഞ്ചി, നാരങ്ങ, മാങ്ങ എല്ലാം ഉണ്ടാക്കും. ഇഞ്ചി കറി എങ്ങനെയാണ് ഉണ്ടാക്കണം? പറയണോ? അല്ല, എഴുതി കാണിച്ചാൽ മതി, അവര് വായിച്ചെടുത്തുള്ള ആൾക്കാർ. ടാസ്ക് ആണ്, കാരണം കുറെ നാളായി ഇപ്പൊ ഉണ്ടാക്കിയിട്ട്. പക്ഷെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ആ ഒരു ചിട്ടവട്ടത്തോട് കൂടി പറയാമെന്ന് എനിക്കറിയില്ല. ഉണ്ടാക്കുമ്പോ അങ്ങനെ അങ്ങോട്ട് കയ്യിലങ്ങോട്ട് വരും, അത്രേ ഉള്ളൂ. ഓക്കെ. യൂട്യൂബ് ഉണ്ടാക്കുന്നത്? അല്ല അല്ല അല്ല, അമ്മ പഠിക്കുന്നത്. അതെ, അന്ന പറയാ. അന്ന ഇല്ല, ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് താമസിക്കണേ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ചോറും കറിയും. എനിക്ക് പുറത്തുനിന്നുള്ള ഫുഡാണ് കൂടുതലും. ഷൂട്ടിന് പോകുമ്പോഴും ഒക്കെ പുറത്തുനിന്ന് കഴിക്കണോണ്ട് വീട്ടിലെ ഫുഡ് കഴിക്കാൻ ഭയങ്കര കൊതിയാ. വീട്ടിൽ പോവല് എപ്പോഴും അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് റൂമിൽ തന്നെ കുക്ക് ചെയ്യും. അപ്പൊ കൂടുതൽ മീൻകറി ഉണ്ടാക്കും, മെഴുക്കുവരട്ടി ഉണ്ടാക്കും, പിന്നെ ചെറുപയർ റോസ്റ്റ്. പിന്നെ ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ചോറും ചെറുപയറൊക്കെ മിക്സ് ചെയ്തിട്ടൊരു ഒലത്ത് പോലെ ഒരു സാധനം ഉണ്ടാക്കും. അതാകുമ്പോ വേറെ കറിയൊന്നും വേണ്ട, ഒറ്റയ്ക്ക് അങ്ങനെ സിമ്പിൾ ആയിട്ട് കഴിക്കും. ഒറ്റയടി കാര്യം കഴിയും. അടിപൊളി അടിപൊളി അടിപൊളി. ഇനിയിപ്പം നമുക്ക് സദ്യയിൽ ഇപ്പോൾ ഒരുപാട് കറികളുണ്ടല്ലോ. ഇഞ്ചി, നാരങ്ങ, മാങ്ങ, പച്ചടി, കിച്ചടി, അവിയൽ, തോരൻ, ഇല്ലേ? ഇപ്പം നമ്മൾ 3 ടീമുണ്ട്. ഓമൈഗോഡ് ഉണ്ട്, അളിയൻസ് ഉണ്ട്, ടോം ആൻഡ് ജെസ്സി ആൻഡ് ക്ലീഷേ ഉണ്ട്. ഇപ്പൊ ഈ കറികൾ വെച്ച് നോക്കുകയാണെങ്കിൽ ആർക്കൊക്കെ ഏതൊക്കെ കറികളുടെ പേര് ചേരും? പരിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് പുളിശ്ശേരി. പറഞ്ഞോ, ആദ്യം അന്വേഷണം പറഞ്ഞു. നിങ്ങളുടെ ആദ്യത്തെ ഈ ഇരിക്കുന്ന ടീമിൽ നിങ്ങളുടെ ഓമൈഗോഡില് കറി വെച്ച് നോക്കുകയാണെങ്കിൽ സാമ്പാറുണ്ട്, ഇത് ഇഞ്ചി വിത്ത് അച്ചാർ. ചില സമയത്ത് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നൊരു സംഭവമാണ്. പാറു അത് വേണ്ടായിരുന്നു കേട്ടാ എന്നിപ്പോ പ്രൊഡ്യൂസർ പറയാണ്. പെട്ടെന്ന് പട്ടാന്ന് പറഞ്ഞാൽ മാറുകയും ചെയ്യും. അതായത് ആദ്യം ഒന്ന് ഇഞ്ചിയായി, പട്ടാന്ന് വന്ന് പിന്നെ അച്ചാറിലോട്ട് അച്ചാർ. അത് കൊള്ളാം. അടുത്ത ദൈത്തെ ആരാണ്? സാബൂണനാണ് സദ്യയില്? സാബൂണ കൂട്ടുകറി എല്ലാത്തിലും കൂടെ അറിയാലോ, അത് കറക്റ്റാ. സാബൂൺ എല്ലാത്തിലും കൂടെ. ദേവസേന എന്താണ് സദ്യയില്? സാമ്പാർ. നല്ലത് വെട്ടി അരിയും. അപ്പൊ പാറുടെ പറഞ്ഞു നമ്മളെ കാവേരി.
കിച്ചടി കിച്ചടിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അലിയൻസ് ടീമിലേക്ക് വന്നാൽ ഇത് നെയ്യാണ്. നെയ്ത്ത് നെയ്യാണെന്ന് അബിക്ക് തോന്നുമെങ്കിലും ആള് പരിപ്പാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അലിയൻസ് ടീമിൽ അഭിലാഷ് എന്താണ്? അനീഷണം പറ. സദ്യയിൽ എന്തായിരിക്കും? ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ സദ്യയിൽ. സദ്യ എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം പഴങ്കഞ്ഞി അല്ല, പഴം കൂട്ടാൻ അല്ലല്ല, പറയാൻ പറ്റില്ല. വെളിയിൽ പറയാവുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. എനിക്ക് ഇവിടെ ഉണ്ട്, ഹരീഷന്റെ ഇവിടെ ഉണ്ട്. മനസ്സിലായിട്ടില്ല. ഇത്രയും നല്ല രൂപം എന്റെ ജീവിതത്തിൽ പറയുള്ളൂ. ഹരീഷനെ പറയടാ. അല്ല പോട്ട്, സൗമ്യ പറ. നമുക്ക് അഭിലാഷനെ പിന്നെ പിടിക്കാം. സൗമ്യ സദ്യയിൽ എന്താണ്? അച്ചാർ. ഇവക്ക് അച്ചാർ മാത്രം. അച്ചാർ കൊണ്ട് മാത്രമേ BP എപ്പോഴും ലോയാ. ഇവക്ക് BP നോക്കുമ്പോ 50-30 ഒക്കെ കാണും. ഇടക്കിടക്ക് ഇങ്ങനെ ഷോർട്ടിൽ ഉപ്പിട്ട വെള്ളം. അങ്ങനെ ദിവസം ഒരു 5-6 പ്രാവശ്യം ഉപ്പിട്ട നാരങ്ങ വെള്ളവും അച്ചാറും ഒക്കെ തിന്നണ ഒരാളാണ്. എന്നാലും BP പൊങ്ങൂല. ഓക്കെ, അപ്പൊ അച്ചാറാണ്. അച്ചാർ. അനീഷേട്ടൻ എന്താണ് സദ്യയില്? അനീഷേട്ടൻ എന്താ? അനീഷേട്ടൻ ഞാൻ പറയാം, പ്രഥമനാണ്. എല്ലാത്തിലും മുന്നിലുള്ള ആളാണ് പ്രഥമൻ. അതും വെറും പ്രഥമല്ല, അടപ്രഥമൻ അല്ലേ? അപ്പൊ ഇനി ഇത് പറ. ഞാൻ എന്താ മഞ്ജൂസ് മരച്ചീനിയോ? മരിച്ചീനിയാ? എല്ലാത്തിനും കൂടി രസം. മുത്തിനെ പറയേണ്ട കാര്യമില്ല. ബോളി ബോളിയാണ്. ആ ബോളി ബോളി ബോളി. അത് മുത്ത് അഭിലാഷ് ആരാണ് സദ്യയിൽ? അഭിലാഷാണ് നേരത്തെ പറഞ്ഞത്. പിറ്റേ ദിവസം പഴമൊന്നും വെറും പഴമല്ല, മൈസൂർ ഏത്തൻ. ഓക്കെ, അപ്പൊ ടീം ടോം ആൻഡ് ജെസ്സി ആൻഡ് ക്ലീഷെ. അമൃത സദ്യയിൽ എന്താണ്? സദ്യയിലെ പാൽപ്പായസത്തിലെ കശുവണ്ടി. കശുവണ്ടി കൊള്ളാം. നല്ല ഒബ്സർവേഷൻ. നല്ല ഉപമ. ചിലർക്ക് ഇഷ്ടമല്ലാത്തതുണ്ട്. ശരി, ശരിയാ. വളരെ വളരെ റേറ്റ്. അങ്ങനെ എളുപ്പമുള്ള ചോദ്യം, ആർക്കും ഞാൻ പറയാം. എടുത്തും കളയും. അരുൺ ആരാണ്? അമൃത പറ. അരുണ് പുളിശ്ശേരിയിലെ കടുക്. എനിക്കങ്ങനെ കാട്ടിക്കം. ആ സദ്യയിൽ ആരായിരിക്കും? പുളിശ്ശേരിയിലെ കടുക്. ഒഴിച്ചുകൂടാൻ പറ്റില്ല. പൊട്ടിത്തെറിക്കൂല. അങ്ങനെ പൊട്ടിത്തെറിക്കില്ല. എനിക്ക് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ അറിയത്തില്ല സത്യത്തില്. എങ്കിലും കുഴപ്പമില്ല. കരിങ്കാലി വെള്ളമെന്നെങ്കിലും പറയാൻ പറയണം. അമൃതേ, ഓക്കെ അല്ലേ? ആള് കുഴപ്പമില്ലല്ലോ. സദ്യ കഴിക്കാൻ പറ്റുന്ന സദ്യയിൽ ഉൾപ്പെടുത്തുന്നത്. പരിപ്പേറി അല്ലേ? പരിപ്പേറിയാക്കാം അല്ലേ? ആ പരിപ്പ് കറി. അപ്പൊ ക്ഷമ എന്താണ് സദ്യയിൽ? ക്ഷമ ക്ഷമ കിഴങ്ങ് പോരാ. പച്ചടി 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 തൈരിലുണ്ടാക്കുന്ന സാധനമാണ്. ഇതിനെപ്പറ്റി പ്രബന്ധം എഴുതാനുള്ള ഞാൻ 3 പുസ്തകം എഴുതിയിട്ടുണ്ട്. അഖിലേ, ജയറാം എങ്ങനെയാന്ന് ക്ഷമ പറയണം. ജയറാം ആരാണെന്ന് ക്ഷമ പറയണം. ആക്ച്വലി ഞാൻ ഓലൻ പറയാനാ പോയത്. വളരെ സോഫ്റ്റ് ആണ്. ഓലൻ. അപ്പൊ ആ ഓലൻ മറ്റേ മുഖം ഒന്ന് കാണിച്ച നിന്റെ. ഇപ്പൊ ഇങ്ങനെയല്ലേ? കാലൻ ഇങ്ങനെയല്ലേ ഇരിക്കണേ? ഇനി വേറൊരു മുഖം ഉണ്ട്, അതൊന്ന് കാണിച്ചേടാ. ഓലന്മാര് കാളനായിരുന്നു. അങ്ങനെ വേറൊരു ചരിത്രമുണ്ട്. അത് നമ്മളെ കുറച്ച് മഞ്ജു, അഭിലാഷ്, എനിക്ക് ആ ടീമൊക്കെ അറിയാം. ചില കുറുവക്കം കുറുവിയാൽ നോക്കരുത്. അയ്യോ, പക്ഷെ അത് നല്ല ഭംഗിയാണ് ട്രാൻസ്ഫോർമേഷൻ. ഒന്നുകൂടെ ഇല്ല, ഇതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട്. അത് കാണാൻ നല്ല രസമാണ്. എല്ലാരും നോക്കോ. എന്റെ അമ്മ അടിപൊളി. അയ്യോ പാവം. അനീഷ് ഭായി, ഇപ്പൊ ചെറിയ അനീഷ് ഭായി പറയാം, നാളെ നമ്മുടെ ജയറാം ഇല്ല. ജയറാം ഇരിക്കുക പറയുന്നത്. ജയറാം ഇല്ല, അരുണാണുള്ളത്. അരുണും സാബുവും അബിയും കൂടെ വന്നാൽ മതി. പുള്ളി കേട്ടോണ്ടിരിക്കുക. പുള്ളി ഉണ്ടെന്ന് പറഞ്ഞതാ. അപ്പൊ അനീഷേട്ടാ ഞാൻ നാളെ ഇല്ലേ? ഇല്ല. ഓക്കെ, അപ്പം എനിക്ക് പകരം നിനക്ക് പകരം അരുണ് മതി. അരുണ് വന്നോളും. മറ്റന്നാളെ നിന്നെ ഉൾപ്പെടുത്താം. ഓക്കെ ഏട്ടാ, അപ്പം ഞാൻ പൊക്കോട്ടെ. പൊക്കോളും. പിറ്റേ ദിവസം ആകുമ്പം
അരുണിന് ഒന്നീ കാലെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കക്കൂസിലായിരിക്കും എന്തെങ്കിലും. എന്നിട്ട് നോക്കണം, നിങ്ങൾ തന്നെ വിളിക്കും. അരുണില്ല കേട്ടോ, ജയറാമേ അരുണില്ല, ഒന്ന് വരാൻ പറ്റുമോ ചേട്ടാ, ഇത് ഉറപ്പിച്ചോ, വരാൻ പറ്റുമോ, ഞാൻ തന്നെ വരട്ടെ. ഇപ്പൊ ഞാൻ തന്നെയാണല്ലോ, പുള്ളി അല്ലല്ലോ. അല്ല, വീട്ടിൽ വിളിച്ച അമ്മ കുമ്പളങ്ങ എടുത്ത് മാറ്റിയത്. 10 മണി ഇവിടെ ഷൂട്ട് തുടങ്ങി 2 സീൻ കഴിയുമ്പോൾ പുള്ളിക്ക് ഓക്കെ, കുഴപ്പമില്ല. എന്ത് പറ്റിന്ന് അറിഞ്ഞൂടെ, കാലിനൊന്നും ഒരു വിഷയം, ഒരു കുഴപ്പമില്ല. അപ്പോഴും വിളിക്കും, അനീഷേട്ടാ ഞാൻ വരട്ടെ, ഏതാ ഷൂട്ട് തുടങ്ങിയതാ. തമാശ ഇത് ശരിക്കും നടന്ന സംഭവം. ഇങ്ങനെ ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞത്. തലേ ദിവസം വരെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഒരു കോള് പറഞ്ഞു, നീ നാളെ ഇല്ല കേട്ടാണ്. ഞാൻ ഓ സാരമില്ല. വേറെ പുള്ളി വെജ് ആയതുകൊണ്ടാണ് കുമ്പളങ്ങ, അല്ലെങ്കിൽ മുട്ടയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പുള്ളി കുമ്പളങ്ങ കയറി പിടിച്ചത്. കുമ്പളങ്ങ പിടിച്ചത് ഭയങ്കര പവറാണ്, മുട്ടേക്കോളം പവറാണ്. മറ്റത് വരക്കൊക്കെ വേണ്ട, ഇതൊന്നും വേണ്ടല്ലോ. എന്തെങ്കിലും അഗേൻസ്റ്റ് ആയി പറഞ്ഞു കഴിഞ്ഞാ ചേട്ടാ ചുമ്മാ ഇരിക്കണ എന്നാ വന്ന് ഇങ്ങനെ കൊത്തിട്ടു. ഈ ഒരു ആക്ഷനാ ആണല്ലേ. ഭാഗ്യരേഖ ഭയങ്കര രസമുണ്ടോ? പക്ഷേ ശരിയാക്കി തരാം. എന്തോ പ്രശ്നം, എന്തോ ഒരു നിഴല് വീണിട്ടുണ്ടെന്ന് പറയും. നല്ല ഭയങ്കര ഇതാണ്, വെറുപ്പിക്കലിന്റെ ഉസ്താദാണ്. അപ്പോ അതിവാശിയേറിയ വടംവലി മത്സരമാണ്. വന്നോണം, നിന്നോണം, വലിച്ചോണം. അപ്പൊ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഫിസിൽ അടിക്കുമ്പോ എല്ലാരും വടം കയ്യിലെടുക്കണം. അണ്ണാ എന്താണല്ലോ കാര്യം, നമ്മുടെ സ്ട്രെങ്തിന്റെ കാര്യം അണ്ണാ, ഒന്ന് അറിയിക്കണം. അവരെ വലിച്ചോട്ട് പോകുമോ നമുക്ക് നോക്കാം. അപ്പോൾ അതായത് ആദ്യത്തെ ഫിസിൽ നിങ്ങൾ എല്ലാവരും വടം കയ്യിലെടുക്കണം. നിങ്ങൾ ആള് കൂടുതലാണ്, അവരെ വലിച്ചു തോപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഞങ്ങളുടെ ആഗ്രഹം അതെ. അപ്പോൾ നമ്മൾ ആള് കുറവാണ് അണ്ണാ, അവരെ വലിച്ചു ഇഴക്കണം, എൻ്റെ ആഗ്രഹം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫിസിൽ എല്ലാവരും വടം കയ്യിലെടുക്കുന്നു. സെക്കൻഡ് ഫിസിലിന് എല്ലാവരും റെഡിയായി വടത്തിൽ പിടിച്ച് ടൈറ്റ് ചെയ്ത് നിൽക്കുന്നു. തേർഡ് ഫിസിലിനെ വലിക്കാവൂ. അതിനു മുമ്പ് വലിച്ചാൽ മൊത്തത്തിൽ നമ്മൾ വലിക്കും. ഓക്കെ, അതുകൊണ്ട് ഫസ്റ്റ് ഫിസിൽ റെഡിയാണല്ലോ. അമൃത 7 മണിയാകുമ്പോ ചാർജ് ആയിരിക്കുകയാണ്. ഓക്കെ, റെഡി. അപ്പൊ ഫസ്റ്റ് ഫിസിൽ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള വാശിയേറിയ വടംവലി മത്സരം, യുവാക്കളും യുവതിയും തമ്മിലുള്ള വാശിയേറിയ വടംവലി മത്സരം. റെഡി? എന്റെ ആദ്യ ഫിസിൽ അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അന്നെ, എന്തോന്നാണ് ഇതൊന്നും ഡയറ്റാണ്, ഇതെന്തരാണ് കിട്ടുന്നത്? ഗോപാൽജി, നിങ്ങൾ എല്ലാം തീർന്നു. അല്ല, എന്റെ മുമ്പ് കൂടെ 6 അവർ ഇങ്ങോട്ട് പോകണുണ്ടല്ലോ, എന്നെ തള്ളി അങ്ങോട്ട് വിട്ടു. ഈ നടന്ന വടംവലി മത്സരത്തിന്റെ 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് നമ്മുടെ കൗമുദി ടിവിയിലെ പെൺപടയാണ്. അവർക്കുള്ള സമ്മാനം ഒരു നേന്ത്രക്കൊലയാണ്. എല്ലാ ടീമങ്ങളെയും പ്രോത്സാഹന സമ്മാനമായി നമ്മുടെ യുവാക്കൾക്ക്, അതായത് ആൺപടയ്ക്ക് പ്രോത്സാഹന സമ്മാനം പറഞ്ഞ സെക്കൻഡെങ്കിലും അതല്ല, അതിലൊരു വിറ്റുണ്ടെണ്ണ അടപ്പില്ലാത്ത ട്രോഫി. കാരണം നിങ്ങൾക്ക് ഒരു അടപ്പിന്റെ കുറവുണ്ടെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ അപ്പോ വന്നോണം, നിന്നോണം,